Good morning, very good morning to you all. It's me, Jereen Ashraf from Palakkad. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നതിനെ കുറിച്ചിട്ടാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഹീലിംഗ് ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ബട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതും നമ്മൾ കുറച്ച് കെയർലെസ് ആവുന്നതും എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളതുമാണ്, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. പ്രത്യേകിച്ച് നമ്മളോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളത്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളത്. നമ്മൾ എല്ലാവരോടും നന്ദി പറയാറുണ്ട്. നമ്മുടെ അടുത്ത് എല്ലാവരും താങ്ക്സ് പറയാറുണ്ട്. നമുക്കിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ അങ്ങോട്ടൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മൾ താങ്ക്സ് പറയാറുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മളെ അടുത്ത് താങ്ക്സ് പറയാറില്ല എന്നതാണ് സത്യം. നമ്മുടെ ഉള്ളിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. നമുക്കൊരുപാട് നമ്മുടെ ഉള്ളില് ഗ്രാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, നമുക്ക് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും നന്ദി പറയാറില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് അതെങ്ങനെ പറയണം, നമ്മളിലേക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളതിന്റെ ഒരു ലോങ് ലിസ്റ്റ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് എന്താണോ നമ്മുടെ ഉള്ളില് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്സ് ഉള്ളതിന്റെ ഒരു ലോങ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതിന് പകരം നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് തീരെ ഇല്ലാത്തതിന്റെ നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിന്റെ ലിസ്റ്റ് ഇങ്ങനെ നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ മൈൻഡിനെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ കൂടുതലായിട്ട് നമ്മളിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. നമുക്ക് എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളത് നോക്കുക. നമ്മുടെ ബ്ലെസ്സിങ്സ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മൾക്ക് മെയിനായിട്ട് നമ്മുടെയൊക്കെ ഒരു സ്വഭാവ വിശേഷത എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, മറ്റുള്ളവരിലേക്ക് നോക്കുക. മറ്റുള്ളവർക്ക് അതുണ്ട്, മറ്റുള്ളവർക്ക് ഇതുണ്ട്, അങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കി നോക്കി നമ്മുടെ അടുത്തുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ഗ്രാജുവലി നമുക്ക് തോന്നും ബൈക്ക് വാങ്ങായിരുന്നു, ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തോന്നും കാറ് വാങ്ങിക്കായിരുന്നു, കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തോന്നും ഒരു പ്രീമിയം കാർ, അത് കഴിഞ്ഞാൽ ലക്ഷ്യം, അങ്ങനെ ഓരോന്നും. പിന്നെ നമ്മളെ ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ തോന്നും. ആ ഒരു നമ്മൾ ആഗ്രഹം അവസാനിക്കുന്നില്ല. പക്ഷെ ആഗ്രഹം വളരെ നല്ലതാണ്. ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതും നല്ലതാണ്, നമ്മൾ അതിലേക്ക് ശ്രമിക്കുന്നതും നല്ലതാണ്. പക്ഷെ ഈ ശ്രമമൊന്നും തനിക്ക് ഇല്ലാത്തതിന്റെ നിരാശയിലേക്ക് പോകരുത് എന്നുള്ളതാണ് അതിന്റെ സത്യം. നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പൂർണ്ണത മനസ്സിലാക്കി, അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാക്കി നമ്മളത് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് അറിഞ്ഞ് നമ്മളതൊന്ന് ആ ഒരു ഫീലിങ്സിൽ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അതിന്റെ ഒരു ഫീലിങ്സ് വേറെയാണ്. നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ഉള്ളതിനെ കുറിച്ച് ഭയങ്കര പ്രൗഡ് തോന്നും. അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് എന്തെല്ലാം ഉണ്ട്, നമുക്ക് എന്തെല്ലാം ഇല്ല എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഈ ഇല്ല നടന്നില്ല, അത് കഴിക്കാൻ കിട്ടിയില്ല, അത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല, അതിന് കഴിഞ്ഞില്ല, ഈ കഴിഞ്ഞില്ല, പറ്റിയില്ല, എനിക്ക് കിട്ടിയില്ല, ഈ പറയുന്നതെല്ലാം നമുക്ക് അന്ന് എന്താണോ കിട്ടിയത്, നമുക്ക് എന്താണോ നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ ജീവിച്ചിട്ട് നമ്മൾ എപ്പോഴൊക്കെയോ സ്വപ്നം കണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പോലും അറിയാതെ നമുക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് ചിന്തിച്ചിട്ടുമുണ്ട്. ഇത് എപ്പോഴോ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, എനിക്കിത് കിട്ടി. അത് നമ്മളങ്ങനെ പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. അപ്പോ നമുക്ക് ആ ഒരു അനുഭവം നമ്മൾ ചോദിക്കാതെ തന്നെ, നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാതെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ മനസ്സിൽ ഈ ഇല്ല കിട്ടിയില്ല എന്നത് മാറ്റിയിട്ട്, അതിനൊന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിൽ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനെ കൂടുതലായിട്ട് ഓർക്കുക. ഈ ഇല്ലായ്മ പറയുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഇല്ലായ്മ പറയുന്നതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ എല്ലാം കൊണ്ടും നമ്മൾ ഇല്ലാത്തതായി ഡിസപ്പോയിന്റഡ് മൈൻഡ് വന്ന് പിന്നെ നമുക്കൊന്നും
ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളായി പോവുകയാണ്. അപ്പൊ ഒരു സ്റ്റോറി ഓർമ്മ വരികയാണ്. ഒരു അമ്മൂമ്മയുടെ ഒരു സ്റ്റോറി. ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, ചെറിയൊരു ഓലക്കുടിലാണ്. ആ അമ്മൂമ്മയുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ആ കളിക്കാൻ പോണ ടൈമില് എപ്പോഴും കളിക്കാൻ പോകുന്ന ടൈമിൽ എപ്പോഴും ഈ അമ്മൂമ്മയുടെ കയ്യിന്ന് എന്ത് കുട്ടികൾ ചോദിച്ചാലും അതില്ല, ഇതില്ല, ഇല്ല, ഇല്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ ആ അമ്മൂമ്മയുടെ വീട്ടിൽ ചോർച്ചയുണ്ട്. അപ്പൊ ഈ കുട്ടികളെല്ലാരും കൂടി തീരുമാനിച്ചു, നമുക്ക് അവരോട് ഉണ്ട് എന്ന് പറയിപ്പിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരുടെ അടുത്ത് എന്താണ് ഈ വീട്ടിൽ ചോർച്ചയുണ്ടോ ചോദിക്കാം. അപ്പൊ അവരെന്തായാലും ഉണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ കുട്ടികൾ പോണത്. അപ്പൊ അമ്മൂമ്മയെ വീട്ടിൽ ചോർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അമ്മൂമ്മയുടെ നിന്ന് വന്നൊരു മറുപടി എന്താന്ന് വെച്ചാല്, ഈ വീട്ടിൽ ചോർച്ചയല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ അപ്പോഴും ആ അമ്മൂമ്മയ്ക്ക് ആ ഒരു ഓലക്കുടിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ കാരണം എന്താണ്? ഈ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്വന്തം മനസ്സിനെ ഇല്ലാത്തതിലേക്ക് ആള് ആക്കി കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഒന്നും ഉണ്ടാവില്ല, ആ ഒരു മൈൻഡാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തും ഇള്ളതിനെ, അപ്പൊ നമ്മളെ സെൻസ് ഓർഗൻസ് എടുത്താൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഉള്ളതിന്റെ കാണാന്, കഴിക്കാന്, ഫീലിങ്സ് അറിയാന്, അങ്ങനെ കേൾക്കാന്, അങ്ങനെ എല്ലാറ്റിനും കഴിവുള്ള ആൾക്കാരാണ് നമ്മള്. ആ ഉള്ള കഴിവൊക്കെ വെച്ചിട്ട് നമ്മളിൽ അതന്നെ വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. പിന്നെ അത് കൂടാണ്ട് ഈ ഇന്റേണൽ ഓർഗാൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും എഴുതിയാൽ തീരില്ല. അത്രമാത്രം നമുക്ക് ഇന്റേണൽ ഓർഗാൻസിനുണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് ഓരോന്നിനും നമുക്ക് ബ്ലെസ്സിങ്സ് ആണ്. നമ്മൾക്ക് കിട്ടിയ ഓരോ ബ്ലെസ്സിങ്സും നമ്മൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് മൈൻഡ് നമുക്ക് വരും. നമുക്ക് അത് റിലാക്സ് ചെയ്യാൻ പറ്റും. ഈ ഇല്ലായ്മയിൽ നിന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഉള്ളത് എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോ എന്താണ്, ഞാൻ ശ്രീനിവാസ രാമാനുജൻ, നമ്മളെല്ലാവരും കേട്ടിട്ടാവും, ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ. അവര് ആകെ മാത്സ് മാത്രമാണ് 100 മാർക്സ് വാങ്ങിക്കാറുള്ളൂ അവരുടെ കുഞ്ഞായിരിക്കുമ്പോ. ബാക്കി എല്ലാ സബ്ജക്റ്റിലും ബിലോ 5 വരെ, അതും ടീച്ചേഴ്സിന് എങ്ങനെയാണ് തീരെ മാർക്കില്ലാത്ത ഒരു കുട്ടീനെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് സോഫ്റ്റ് കോർണർ തോന്നി ഇട്ട് കൊടുക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ അത്ര പോലും അവർക്ക് അതിലൊന്നും മാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ മാത്സിൽ 100 മാർക്സും ആണ്. അപ്പൊ ആ മാത്സിന് മാത്രം ഫോക്കസ് ചെയ്ത് ആ ഉള്ളതിനെ ഫൈൻഡ് ചെയ്ത് വന്ന ആള് ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായി, വേൾഡിൽ ഒരാളായി. അപ്പൊ അതിൽ നിന്നും ഈ ഇല്ലായ്മയിലേക്ക് തേടി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഉള്ളത്, നമ്മളിൽ ഉള്ളത് എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക നമ്മുടെ അടുത്തുള്ള സംഭവത്തിനെ. നമുക്കിപ്പോ നമ്മുടെ അടുത്ത് എന്താണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ട് എന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, എനിക്കിതുണ്ട്, അപ്പൊ എനിക്ക് അത് ചെയ്യാൻ കഴിയും, നമുക്ക് ഇതുണ്ട്, അപ്പൊ നമുക്ക് എല്ലാറ്റിനും നമുക്ക് ആ ഒരു ആൻസർ നമ്മളിൽ തന്നെ കിട്ടും. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എല്ലാറ്റിനും ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബ്ലെസ്സിങ്, അത് നമ്മൾ എപ്പോഴും നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ആ മൈൻഡിനെ നമ്മൾ അതിലേക്ക്, ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഇല്ലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന എന്താന്ന് വെച്ചാല്, നമ്മുടെ ഉള്ളിൽ പോകുന്നത്, നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇല്ലായ്മയാണ്. അപ്പൊ എന്താണ് വാട്ട് യു ക്രിയേറ്റ് ഇൻസൈഡ്, അതാണ് റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് വരിക. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ് പുറത്തേക്ക് വരിക. നമ്മൾ ആ ഒരു ചിന്ത മാറ്റിയിട്ട് നമുക്ക് കിട്ടിയതിലെല്ലാം അനുഗ്രഹം, നമ്മളെല്ലാറ്റിനും നമ്മൾ ഓക്കെയാണ്, നമുക്ക് ഇതുണ്ട്, സൗന്ദര്യം, നമുക്ക് ഇതുണ്ട്, ഇതുപോലും ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുക, നമുക്ക് അതുണ്ട്. പക്ഷെ ഈ ഇതുപോലും ഇല്ലാത്തവരെ ചിന്തിച്ച് നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കാൻ, കംഫർട്ട് സോണിൽ നിൽക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിൽ നിന്നും, ആ ഒരു ഇതിൽ നിന്നും നമ്മൾ അതിലേക്ക് എത്തണം, ഉയരത്തിലേക്ക് എത്തണം. ഈ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കും തോറും നമ്മൾ ആ ഒരു സോണിൽ തന്നെ നിൽക്കും എന്നാണ് അർത്ഥം. അതിന് നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇപ്പൊ നമ്മള് കുറെ പേര് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നവരുണ്ട്.
ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ അത് നമുക്ക് ഒരു ഡയറി എടുത്ത് ഡെയിലി ഒരു 10 നമുക്ക് അന്ന് എന്താണോ നടന്നത് ആ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്സ് എഴുതി ആ ഒരു ചിലര് ബുക്കിൽ എഴുതും, ചിലര് ഡയറിയിൽ എഴുതും. ആ ഒരു ചിലരത് എഴുതാത്തവര് വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്തെടുക്കും. പക്ഷെ ആ എഴുതി കഴിഞ്ഞിട്ട് നമ്മള് ചിലപ്പോ എഴുതാൻ തുടങ്ങുന്ന ടൈമിലൊന്നും നമുക്ക് ഒന്നും എഴുതാൻ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇത്ര കാലം നമ്മൾ ആ നമ്മുടെ മൈൻഡിന് ഇല്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെയാണ് സംഭവം പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അതിനെ നമ്മളിനി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിനി ചെയ്യേണ്ടത് നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് ഒരു പെന്നും എടുത്തിട്ട് നമുക്ക് ഇന്ന് ഉണ്ടായിരുന്ന ബ്ലെസ്സിങ്സ് എന്താണോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, നമ്മൾ അതൊന്നും നോട്ട് ചെയ്യണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ നടന്നത് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും, നമ്മളത് അറിയാതെയാണ്. ആ ഒരു 10 ബ്ലെസ്സിങ്സ് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മളത് മോർണിംഗ് എഴുതാൻ പറ്റുന്നവർ മോർണിംഗിൽ എഴുതുക. അതല്ലെങ്കിൽ മോർണിംഗ് പലരും ജോലിക്ക് പോകുന്ന തിരക്കായിരിക്കും, കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന തിരക്കായിരിക്കും. അങ്ങനെ എല്ലാവരും ഒരുവിധം തിരക്കിലായിരിക്കും. അപ്പൊ അപ്പോഴല്ലെങ്കിലും കൂടി നൈറ്റിൽ എഴുതുന്നവരുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളത് അന്ന് എന്തെല്ലാം ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടായിരുന്നു ആ ബ്ലെസ്സിങ്സ് നമ്മൾ എഴുതുന്നതിലൂടെ നമ്മളത് എഗൈൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 2 to 3 ടൈംസ് നമ്മളത് റീഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു നമ്മൾ ഉണ്ടാക്കുക, നമുക്ക് ഒന്നുമില്ലാന്ന് തോന്നിപ്പോകും. ആക്ച്വലി ഇത്ര ദിവസം എഴുതാത്തൊരു സംഭവത്തിനെ, നമ്മൾ ഇത്ര ദിവസം ചിന്തിക്കാത്തൊരു സംഭവത്തിനെയാണ് നമ്മൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളത് നമുക്ക് എഴുതാൻ ഒന്നുമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. ആ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് പോയിന്റ്സ് നമ്മളിലേക്ക് വന്നു തുടങ്ങും. അപ്പൊ ആ 10 ബ്ലെസ്സിങ്സ് നമ്മൾ എഴുതിയാലുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാല്, ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാല്, നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഒരു 2 to 3 ടൈംസ് നമ്മളത് വായിക്കുകയാണ്. അത് വായിക്കുന്നതിലൂടെ നമ്മുടെ മൈൻഡ് ഒരു പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്തു. എന്താ വെച്ചാൽ പെട്ടെന്നൊന്നും ആവില്ല, 2 to 3 ഡേയ്സ് കഴിയണം എന്തായാലും. അപ്പൊ നമ്മളത് വായിച്ച് നമ്മുടെ മൈൻഡിൽ ആ ഒരു ഫീലിങ്സ് വന്നു. എനിക്ക് ഇത്രയൊക്കെ ഇന്ന് ഉണ്ടായോ, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് ഉണ്ടാകും. നമ്മൾ ആ എഴുന്നേൽക്കുന്നതും അതേ മൈൻഡിലാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു തോട്ട് വരും, ഇന്നലെ എനിക്ക് ഇത്രയൊക്കെ എഴുതാനുണ്ടായിരുന്നു, എനിക്ക് ഇന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിലും കൂടുതൽ എഴുതാനുണ്ടാകും. അപ്പോൾ ഒന്നുമില്ലാതെ പോലും ഞാൻ ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇത്രയൊക്കെ എനിക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഓരോന്നും അങ്ങനെ ഡെയിലി നമ്മൾ അങ്ങനെ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ബ്ലെസ്സിങ്സിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമ്മുടെ അടുത്തുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോ ആ ഒരു ഇതിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഒന്നും ഇല്ലാന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം. ഞാൻ പറയാം, ഇപ്പൊ ജോലിക്ക് പോവുകയാണ്, മോസ്റ്റ് ഓഫ് ആൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ജോലിക്ക് പോയി തിരിച്ചു വരുന്നതിനിടയിൽ യാത്രക്കിടയിൽ നമ്മളൊരു ആംബുലൻസ് പോകുന്നത് കാണും, സ്പീഡിൽ പോകുന്നത് കാണും. ആ ആംബുലൻസിൽ നമ്മുടെ ഉറ്റവരും ഉടയവരും ഇല്ലെങ്കിൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? നമ്മൾ ഓഫീസിൽ പോയി ഓഫീസിൽ നന്നായി നല്ല രീതിയിൽ ജോലി എടുക്കാൻ കഴിയുന്നു, ആ ജോലി എടുക്കാൻ കഴിയുന്നതിലൂടെ നമുക്ക് അത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഇനി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല, ബോസിന്റെ കയ്യിന്ന് വഴക്ക് കേട്ടു, അതും ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്നുവെച്ചാല് നമ്മുടെ എന്തോ ഒരു കഴിവ് ഒന്നുകൂടി നമുക്ക് നാളെ ഇതിനേക്കാളും വലിയൊരു കഴിവ് നമുക്ക് തെളിയിക്കാനുണ്ട്. ആ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ബോസിന്റെ കയ്യിന്ന് ജസ്റ്റ് ഒരു വഴക്ക് കേട്ടത്, നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. നാളെ നമ്മൾ അതിൽ കൂടുതൽ ആ ഒരു ഇതിനെ നിലവിലുള്ളതിൽ കൂടുതൽ നമ്മൾ ഫൈൻഡ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അതും ഗ്രാറ്റിറ്റ്യൂഡാണ്. തിരിച്ച് വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആരെല്ലാം ഉണ്ടായിരുന്നോ അവര് വീട്ടിലുണ്ട്, അത് ബ്ലെസ്സിങ്സ് ആണ്. അങ്ങനെ ഓരോന്നും നമുക്ക് ബ്ലെസ്സിങ്സ് ആണ്. അതുപോലെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മളിപ്പോ കിച്ചണിലൊക്കെ ഒരുപാട് പെരുമാറുന്നതാണ്, നമ്മള് ഗ്യാസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ പലതും. ആ കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് അത് ഓഫ് ചെയ്യാൻ കഴിയുക, അതുപോലും ബ്ലെസ്സിങ്സ് ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ഓഫ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് നിങ്ങളിലുള്ള ക്വാളിറ്റിയാണ്. അത് നിങ്ങൾക്ക് അത് നന്നായിട്ട് ആ ഒരു കോൺസെൻട്രേഷൻ ആ ചെയ്യുന്ന വർക്കിനോട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു അത് കറക്റ്റ് ടൈമിൽ ഓഫ് ചെയ്യാൻ കഴിഞ്ഞത്. വൈകിട്ട് ഹസ്ബൻഡ് വരുമ്പോ അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോ അല്ലെങ്കിൽ പാരന്റ്സ് വരുമ്പോ നമുക്കിത് ചെയ്യണം, അത് നമ്മുടെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ആണ്, അത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. പിന്നെ നമുക്ക് ഇതിലൂടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലല്ലോ നമുക്ക് നമ്മളെ നല്ല റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർക്ക് എന്താ പറയാ, പെട്ടെന്ന് ദേഷ്യം വരില്ല,
ആരോടും ഒരു അസൂയ ഫീൽ ചെയ്യൂല. എന്താന്ന് വെച്ചാല് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്കുള്ളതിലേ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾക്ക് ഉള്ളതിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ആരോടും അസൂയ ഫീൽ ചെയ്യൂല, നമുക്ക് ആരെയും കുറ്റം പറയാൻ തോന്നൂല. എന്ന് വെച്ചാല് നമുക്ക് അതിന്റെ ഒരു ആവശ്യവും വരുന്നില്ല. അപ്പൊ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷണൽ പെയിൻസ്, നമുക്ക് എന്താണ് ആ ഒരു ഹെൽത്ത്, നമുക്ക് നമ്മുടെ ഹെൽത്തിനെയൊക്കെ നമുക്ക് ഒന്നും കൂടി നന്നാക്കാൻ പറ്റും. നമുക്കത് കുറേ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കൂടുതലായിട്ട് നമ്മൾ പുറത്തു പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലരിടത്തും ഇന്ന് ന്യൂസ് കണ്ടോ, എന്താ ഇന്നലത്തെ സംഭവം അല്ലേ, ശരിയാണ്. നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും സംസാരിച്ച് പോവും, ഓക്കെയാണ്. പക്ഷെ നമ്മളീ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതെല്ലാം സംസാരിച്ച് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് പിന്നീട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. എന്ന് വെച്ചാൽ നമ്മൾ അതന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്ക് അതൊന്നൊന്ന് ഡൈവേർട്ട് ചെയ്ത് ആ ഒരു ചാപ്റ്ററിനെ ജസ്റ്റ് ഒന്ന് മാറ്റി നമുക്ക് അവരോട് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവര് ഫസ്റ്റ് ഒക്കെ ചിലപ്പോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഉണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാല് അവർക്കത് നമ്മളത് പറഞ്ഞ ശീലമില്ലല്ലോ. പിന്നീട് അവരുടെ സംസാരത്തിൽ നിന്നും അത് വന്നു തുടങ്ങും. അപ്പൊ നമ്മൾ നമ്മുടെ സംസാരത്തിലൂടെ ബാക്കിയുള്ളവരുടെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമുക്കുള്ളൊരു ഗുണം. അപ്പൊ നമുക്ക് പോലെ നമ്മുടെ ബ്ലെസ്സിങ്സിനെ നമുക്ക് കിട്ടിയ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇപ്പോ എന്താ പറയാ, നമ്മുടെ പാരന്റ്സ് വഴക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും ഒക്കെ നമ്മുടെ നല്ലതിനാണ്. അത് നമ്മുടെ ബ്ലെസ്സിങ്സ് ആണ്. അതില്ലാത്തവരുണ്ട്. അതുപോലെ കുട്ടികള് അത് നമുക്ക് ബ്ലെസ്സിങ്സ് ആണ്. അവർ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. നമ്മൾ ചിന്തിക്കുക എന്നാലും നമ്മുടെ മക്കൾക്ക് വേറെ ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ, ദേഷ്യപ്പെടുന്നല്ലേ ഉള്ളൂ, എല്ലാം തേഞ്ഞവരായിട്ട് ആരും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് ഗോഡ്, ഓക്കെ തോന്നും. അങ്ങനെ പിന്നെ ഡ്രഗ്സിലൊക്കെ നന്നായിട്ട് അഡിക്റ്റ് ആയ നമ്മുടെ മക്കൾ തന്നെ ഉണ്ടാവാം, നമുക്കറിയില്ല. അത് അങ്ങനെ അപ്പൊ നമ്മൾ ചിന്തിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ മക്കൾക്ക് എന്ന് ചിന്തിക്കുക. ഇൻ കേസ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക ഇപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞല്ലോ, നമുക്കത് മാറ്റിയെടുക്കാനുള്ള ടൈം കിട്ടി, എത്രത്തോളം നേരത്തെ നമുക്ക് അറിയാൻ കഴിഞ്ഞു, അത് നമുക്കൊരു ബ്ലെസ്സിങ്സ് ആണ്. അത് മാറിക്കിട്ടി, നമ്മുടെ മക്കളിൽ നിന്ന് ആ ഒരു ദുശീലം മാറിക്കിട്ടി. അത് നമുക്ക് നേരത്തെ അറിഞ്ഞത് കൊണ്ടാണ് നമുക്കത് മാറ്റാൻ കഴിഞ്ഞത്, നമ്മുടെ മക്കളുടെ ലെവലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അത് നമുക്കുള്ള ബ്ലെസ്സിങ്സ് ആണ്. ഇപ്പൊ നമുക്ക് പാരന്റ്സിന് സിക്ക് പാരന്റ്സ് ഉള്ളവരുണ്ടാകാം, നമുക്ക് വയ്യാത്ത കുട്ടികളുള്ളവരുണ്ടാകാം. അതും അവര് നമ്മളെ കയ്യിൽ സുരക്ഷിതരായിരിക്കും എന്ന് കരുതി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതും നമ്മുടെ ബ്ലെസ്സിങ്സ് ആണ്. അങ്ങനെ നമുക്ക് എണ്ണിയാൽ തീരാത്ത എത്ര ബ്ലെസ്സിങ്സ് ആണ്. ഇനി ഇൻ കേസ് നമുക്കാണ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് വെച്ചാൽ നമ്മൾ ചിന്തിക്കുക നമുക്കല്ലേ വന്നുള്ളൂ, നമ്മുടെ പാരന്റ്സിനും നമ്മുടെ സിബ്ലിങ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ മക്കൾക്കും വന്നില്ലല്ലോ, നമ്മൾ സഹിച്ചാൽ മതിയല്ലോ. അതും ബ്ലെസ്സിങ്സ് ആണ്. നമുക്ക് സ്നേഹമുള്ള ആൾക്കാർക്ക് ഇത് കാണേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കുന്നതെല്ലാം ആക്ച്വലി ബ്ലെസ്സിങ്സ് ആണ്. ഈ 70% ഓഫ് ബ്ലെസ്സിങ്സിൽ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത് ബാക്കിയുള്ള 30% ഇല്ലായ്മയാണ് നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇല്ലായ്മയാണ് നമ്മളെ ഇല്ലാതാക്കുന്നതും. അപ്പൊ ഈ ഉള്ള ബ്ലെസ്സിങ്സിൽ നമ്മൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ്. അപ്പോ എന്താണ് ഹിന്ദു ഫിലോസഫിയിൽ the greatest mantra, gratitude is the greatest mantra അങ്ങനെ പറയുന്നുണ്ട്. അതായത് if you don't have time to pray, അറ്റ്ലീസ്റ്റ് നിങ്ങൾ താങ്ക് യു പറയൂ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ താങ്ക് യു എന്നെങ്കിലും പറയൂ. അത് മതി. ആ ഒരു താങ്ക് യു ശരിക്കും പ്രാർത്ഥനയാണ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അപ്പോ ഇൻ അറബിക് വിസേ അൽഹംദുലില്ലാ, സർവശക്തന് നന്ദി. അപ്പോ അതും ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നമുക്ക് ഒന്നിനും ടൈമില്ലെങ്കിൽ പോലും നമ്മൾ അതെങ്കിലും പറയുക. ഇനിയിപ്പോ താങ്ക്സ്, നന്ദി ആരോട് പറയണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ദൈവത്തിനോട് വേണോ, നേച്ചറിനോട് വേണോ, അതും നമ്മുടെ ഓപ്ഷനാണ്. എന്തിനും നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ട ഏറ്റവും ഉചിതമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അതെല്ലാവരും പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക. എന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. Thank you, ma'am. Thank you. Yes, so much.